അനന്തകോടി ദിവാകര സമപ്രഭേ കാമരൂപധാരിണി മഹാമണിജ്യോതി ശശിപ്രഭാഭാസുര സകല ദിഗന്ധരേ. അനന്തകോടി ദിവാകര സമപ്രഭേ, കോടിക്കണക്കായുള്ള സൂര്യന്മാർ ഒന്നിച്ചു കൂടിയാലുണ്ടാകുന്ന പ്രകാശത്തോടു കൂടിയവളെ. കാമരൂപധാരിണി, ഇഷ്ടം പോലെ ഏത് രൂപവും സ്വീകരിക്കാൻ കഴിവുള്ളവളെ. മഹാമണി ജ്യോതി, മഹാമണികളുടെ ജ്യോതിസ്. ശശിപ്രഭ, ചന്ദ്രൻ്റെ പ്രകാശം. ഭാസുര സകല ദിഗന്ധരെ, ഭാസുരമായ സകല ദിഗന്ധരങ്ങളോട് കൂടിയവളെ. ദേവി ജ്യോതിർമയാണ്. ആ ജ്യോതിസിൻ്റെ ദീപ്തി മറ്റൊന്നിനോടും ഉപമിക്കാനാകാത്തതാണ് എന്ന് കാണിക്കാനാണ് അനന്തകോടി ദിവാകര സമപ്രഭ എന്ന സംബോധന. ഒരു സൂര്യൻ്റെ തേജസ് പോലും കണ്ടറിയാൻ മനുഷ്യൻ്റെ കണ്ണുകൾക്ക് സാധ്യമല്ല. കോടി സൂര്യപ്രകാശം എന്തെന്ന് ഭാവനയിൽ ആവിഷ്കരിക്കാൻ പോലും നമുക്ക് സാധിക്കില്ല. എങ്കിലും ആ ദീപ്തി കണ്ണിന് കുളിർമ നൽകുന്ന പ്രകാശമായി വർത്തിക്കുമെന്ന് കാണിക്കാനാണ് മഹാമണികളുടെ ജ്യോതിസിനോടും കണ്ണിന് കുളിർമ പകരുന്ന ചന്ദ്രപ്രഭയോടും അതേ ജ്യോതിസിനെ ഘടിപ്പിച്ച് പ്രയോഗിച്ചിരിക്കുന്നത്. നയനാനന്ദകരമായ ആ പ്രകാശം സകല ദിഗന്ധരങ്ങളെയും ഭാസുരമാക്കി തീർക്കുന്നു. കാമരൂപധാരിണി എന്ന സംബോധന, ഇഷ്ടം പോലെ ഏത് രൂപവും സ്വീകരിക്കാൻ കഴിവുള്ളവൾ. സർവായുധ പരിവൃതേ കപാലഹസ്തേ ഗജാജിനോത്തരീയേ. സർവായുധ പരിവൃതേ, സർവായുധങ്ങളാലും ചുറ്റപ്പെട്ടവളെ. കപാലഹസ്തേ, കപാലം കയ്യിൽ ധരിക്കുന്നവളെ. ഗജാജിനോത്തരിയെ, ആനത്തോൾ ഉത്തരീയമായി ധരിച്ചിട്ടുള്ളവളെ. എല്ലാ ആയുധങ്ങളാലും ചുറ്റപ്പെട്ടവളും കപാലം കയ്യിൽ ധരിച്ചിട്ടുള്ളവളും ആനത്തോൾ ഉടയാടയാക്കിയവളുമായ അലയോ ദേവി. ബഹുസഹസ്രം കൈകളിലായിട്ട് എല്ലാ ആയുധങ്ങളും അണിഞ്ഞിട്ടുള്ള ദേവീരൂപം ഈ ഗ്രന്ഥത്തിൻ്റെ 2-ാം അധ്യായത്തിൽ വർണ്ണിച്ചിട്ടുണ്ട്. ദേവിയുടെ കൈകളിലുള്ള ആയുധങ്ങളെല്ലാം ദിവ്യങ്ങളാണ്. അവയ്ക്കെല്ലാം അധിഷ്ഠാന ദേവതകളുമുണ്ട്. ശിവൻ കപാലിയാണ്. ബ്രഹ്മാവിന് 5 തലകളുണ്ടായിരുന്നുവെന്നും അതിലൊരു തല ശിവൻ നുള്ളിക്കളഞ്ഞുവെന്നും ആ തലയോട് ശിവന്റെ കയ്യിൽ ഒട്ടിപ്പിടിച്ചതുകൊണ്ട് ശിവൻ കപാലിയായി എന്നും ഒരു കഥയുണ്ട്. ഭിക്ഷാപാത്രമായി തലയോട് കയ്യിലെടുത്തുകൊണ്ട് ഇരുന്നു നടക്കുന്ന രൂപത്തിൽ ശിവസങ്കല്പവുമുണ്ട്. ദേവി ശിവനിൽ നിന്ന് അഭിന്നയാണ്, ശിവപത്നിയുമാണ്. കപാലിയായ ശിവന്റെ പത്നിയെന്നോ കപാലിയായ ശിവന്റെ രൂപത്തിൽ വർത്തിക്കുന്നവളെന്നോ കപാലഹസ്ത എന്ന പദത്തെ വ്യാഖ്യാനിക്കാം. ഗജാജിനം വസ്ത്രമായി ധരിച്ചിരിക്കുന്ന ശിവന്റെ പത്നിയെന്നോ ഗജാജിനധാരിയായ ശിവന്റെ രൂപത്തിൽ വർത്തിക്കുന്നവളെന്നോ ഗജാജിനോത്തരീയ എന്ന പദത്തെ വ്യാഖ്യാനിക്കാം. ഗജാസുരനെ കൊന്ന് രക്തം വാർന്ന് വീഴുന്ന ഗജചർമ്മം ശിവൻ വസ്ത്രമായി സ്വീകരിച്ചു എന്ന് പുരാണ കഥ. ഭൂതവേതാള വൃന്ദ പരിവൃതേ പ്രകമ്പിതധരാധരേ. ഭൂത വേതാള വൃന്ദ പരിവൃതേ, ഭൂതവേതാള വൃന്ദങ്ങളാൽ ചുറ്റപ്പെട്ടവളെ. പ്രകമ്പിത ധരാധരേ, പ്രകമ്പിതമായ ധരാധരങ്ങളോട് കൂടിയവളെ. പർവ്വതങ്ങളെ വിറപ്പിക്കുന്നവളെ. ഭൂതശബ്ദത്തിന് ഭവിച്ചത്, ഉണ്ടായതെന്നൊക്കെയാണ് അർത്ഥം. ഈ അർത്ഥം സ്വീകരിച്ചാൽ പ്രപഞ്ചവും പ്രപഞ്ചത്തിലുള്ള സ്ഥാവരജംഗമങ്ങളായ എല്ലാ വസ്തുക്കളും ദേവിയിൽ നിന്നുണ്ടായി എന്നും എല്ലാത്തിൻ്റെയും അന്തര്യാമയായി ദേവീ ചൈതന്യം വർത്തിക്കുന്നതിനാൽ ദേവി ഭൂതങ്ങളാൽ പരിവൃതയാണ് എന്നും അർത്ഥം. ശിവന്റെയും ശിവയായ ദേവിയുടെയും ഭൈരവ രൂപങ്ങളാൽ പരിചാരകരായി വർത്തിക്കുന്ന ഗണങ്ങളെയും ഭൂതങ്ങൾ എന്ന് വിളിക്കാറുണ്ട്. ഭയങ്കര രൂപികളും സർവശക്തരുമായ ഈ ഗണങ്ങൾ ശിവന്റെയും ശിവയുടെയും വിഭൂതികൾ രൂപം കൊണ്ടവയാണ്. ഭക്തരായ ഉപാസകർ ദേവന്റെയോ ദേവിയുടെയോ പ്രസാദം കൊണ്ട് ഗണപദവിയിൽ എത്തിച്ചേരാറുമുണ്ട്. ദേവി ഉഗ്രമൂർത്തിയായ രൂപം സ്വീകരിക്കുമ്പോൾ സമാന രൂപവും ആഭരണങ്ങളും ആയുധങ്ങളുമായി ഭൂതങ്ങൾ ദേവിയുടെ ചുറ്റും നിന്ന് സേവിക്കാറുമുണ്ട്. പിശാചവർഗത്തിൽപ്പെട്ട ഒരു സംഘമാണ് വേതാളങ്ങൾ. മരിച്ച മനുഷ്യശവത്തിൽ ഭൂതം ആവേശമുണ്ടാക്കുന്ന വേതാളങ്ങളുമുണ്ട്. അങ്ങനെയുണ്ടാകുന്ന വേതാളത്തിന് ഭൂതത്തിൻ്റെ എല്ലാ ശക്തികളും ഉണ്ടായിരിക്കും. ദേവിയുടെ ചില മൂർത്തികളുടെ വാഹനം വേതാളമാണ്. ഇങ്ങനെ ഭൂതങ്ങളാലും വേതാളങ്ങളാലും ചുറ്റപ്പെട്ട ദേവി ശത്രു സംഹാരത്തിനൊരുങ്ങുമ്പോൾ ദേവിയുടെ മഹാട്ടഹാസങ്ങൾ കൊണ്ട് ദിഗന്ധരങ്ങൾ ബദ്രീകൃതങ്ങളാകുമ്പോൾ ദേവിയുടെ ചലനങ്ങൾക്കൊത്ത് ഭൂമി നടുങ്ങുന്നു, പർവ്വതങ്ങൾ വിറകൊള്ളുന്നു.